ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൂഗിൾ പേ പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ്. ലൈക്ക് നമുക്കൊരു കടയിൽ പോയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ പോലത്തെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ പിന്നെ ആലോചിക്കും എന്തുകൊണ്ടാണ് നമുക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്തുകൂടെ, ഇതെന്തിനാണ്. ഇതിലൂടെ നമുക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഇതൊരു 5 ട്രാൻസാക്ഷൻ, ഒരു 5 ട്രാൻസാക്ഷൻ ഏകദേശം ഒരു 10, 20, 30 രൂപയൊക്കെ ഏകദേശം ഉണ്ടാക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ ഓരോ ട്രാൻസാക്ഷന് 1 രൂപ വെച്ചിട്ട് 2 രൂപ വെച്ചിട്ട് കിട്ടും. ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. ലൈക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് ഒന്നും കിട്ടാത്തതിനേക്കാൾ നല്ലതല്ലേ എന്തെങ്കിലും കിട്ടുന്നത്. ഏകദേശം ഒരു 100 ട്രാൻസാക്ഷൻ, 100 വട്ടമൊക്കെ ഒരു പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 രൂപ എന്തായാലും കിട്ടില്ല, ഒരു 50, 40, 60 രൂപയൊക്കെ കിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ്. പിന്നെ വേറെ എന്തൊക്കെയോ കാര്യങ്ങളും ലൈക്ക് ഗൂഗിൾ പേ ഓഫർ ചെയ്യുന്ന പല സംഭവങ്ങളും ഇതിൽ ഓഫർ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മതി. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. പിന്നെ പറയാനുള്ളത്, ഫസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ കൊടുക്കുക. എന്നിട്ട് OTP വരും, OTPയും കൊടുക്കുക. എന്നിട്ട് മേക്ക് യുവർ ഫസ്റ്റ് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഓപ്ഷൻ അടിയിലുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പെർമിഷൻസ് ചോദിക്കുക. കാരണം അതൊന്നും ജസ്റ്റ് ഒന്ന് ആലോ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം അവർക്ക് 1 രൂപ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എമൗണ്ട് അയച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ ആരുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കാം. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 രൂപ അയച്ചു തന്നാലും മതി. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫണ്ടാക്കി പറഞ്ഞുള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാര്യം സിം വെരിഫിക്കേഷനാണ്. കാരണം നമ്മൾ ഏത് അക്കൗണ്ട് വെച്ച് കൊടുക്കുന്ന അതൊക്കെ കൊടുക്കാം. സിം വെരിഫിക്കേഷൻ എന്നത് അവിടെ വെരിഫൈ കൊടുക്കുക. എന്നിട്ട് OTP വരും. OTP ഓട്ടോ OTP ആണ്. ഓട്ടോമാറ്റിക്കലി അത് OTP ആയിട്ട് കൺവേർട്ട് ആയിക്കോളും. എന്നിട്ട് അത് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം വെരിഫൈഡ് എന്ന് വരും. എന്നിട്ട് 1 hours ട്രാൻസാക്ഷൻ ചെയ്യുക. ഇവിടെ നമുക്കൊരു പരിമിതിയുണ്ട്. ലൈക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഇതിൽ കാണിക്കാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ കാണിക്കില്ല. എന്നിട്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ക്യാഷ് ബാക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഫസ്റ്റ് ട്രാൻസാക്ഷന് ചിലപ്പോൾ ചെറിയ എമൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് 50 hours ഞാൻ ഓൾറെഡി പറഞ്ഞു കിട്ടുമെന്ന്. അത് ലാസ്റ്റ് എങ്ങനെയാണ് പറഞ്ഞുതരാം. എന്നിട്ട് ക്യാഷ് ബാക്ക് കിട്ടും. എന്നിട്ട് വീണ്ടും 3 ക്യാഷ് ബാക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും ഒരു 2 ട്രാൻസാക്ഷനുകൾ നടത്തി കഴിഞ്ഞാൽ വലിയൊരു എമൗണ്ട് കിട്ടുന്നതിൽ പറയുന്നത്. അത് ഞാൻ പറഞ്ഞത് ഒരു 50 hours എങ്ങനെയായാലും നിങ്ങൾക്ക് കിട്ടും. 3 hours 3 ട്രാൻസാക്ഷൻ വീണ്ടും നടത്തിയതിന് ശേഷം വീണ്ടും ക്യാഷ് ബാക്ക് ഓപ്പൺ ചെയ്യുക. മൂന്നാമത്തത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. ആ എമൗണ്ട് ക്ലെയിം ചെയ്തതിന് ശേഷം എന്താ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ലൈക്ക് ഓരോ ഷോപ്പിലും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം QR കോഡ് വഴി ട്രാൻസാക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, പേയ്മെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ അതിനനുസരിച്ചുള്ള ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും, നിങ്ങൾ റിലേറ്റീവ്സിന് ആർക്കെങ്കിലും പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്യാഷ് ബാക്ക് കിട്ടും. മനസ്സിലായോ? പിന്നെ ഇതിൽ വീണ്ടും പറയാനുള്ളത്, ഞാൻ വീണ്ടും ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. പെർ റെഫർ 110 രൂപയാണ് ഇപ്പോൾ കറൻറ്റ്ലി ഇതിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാതിരിക്കരുത്. കാരണം ഇങ്ങനത്തെ ഒരു അവസരം ഇനി കിട്ടണമെന്നില്ല. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ ആദ്യമൊക്കെ 50 hours, അത് മീൻസ് 15 രൂപ, 20 രൂപ, 30 രൂപ അങ്ങനെ കൂടി ഇപ്പോൾ ഒരു 110 ഇനി കൂടാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. കാരണം ഇതിനു മുമ്പ് 100 രൂപയായിട്ട് 90 രൂപ, 70 രൂപയായി, പിന്നെ വീണ്ടും 110 വന്നിക്കാണ്. അപ്പോൾ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ വരുന്നുണ്ട്. കുറച്ച് വളരെ വെരി സിമ്പിളാണ്. ജസ്റ്റ് 5 days നമ്മുടെ റെഫർ ചെയ്യുന്ന ആൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണം. ഇറ്റ് മീൻസ് ഒരു മിനിമം ഒരു ട്രാൻസാക്ഷൻ എങ്കിലും നടത്തണം. ലൈക്ക് 1 രൂപയെങ്കിലും മിനിമം ഒരാൾ 5 ദിവസം ചെയ്യണം. 5 ദിവസം അടുപ്പിച്ച് ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഇത് ഏകദേശം ഒരു 7, 6, 8 ദിവസമായിട്ട് ടൈം പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ 5 ദിവസമെങ്കിലും ട്രാൻസാക്ഷൻ നടത്തണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ക്രൈറ്റീരിയ 3 സ്റ്റെപ്പായിട്ട് എമൗണ്ട് നമുക്ക് വരാൻ പോകുന്നത്. ലൈക്ക് ഫസ്റ്റ് ഡേ 40 രൂപ. അതുപോലെ ഫസ്റ്റ് ഡേ പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ആർക്കിന് ട്രാൻസാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ഒരു 40 രൂപ. പിന്നെ 3-ാമത്തെ ദിവസം 40 രൂപ. 3-ാമത്തെ ദിവസം പറഞ്ഞാൽ 3-ാമത്തെ ദിവസത്തിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നെ 5-ാമത്തെ ദിവസം 30 രൂപ. ടോട്ടൽ 110 രൂപയാണ് നിങ്ങൾക്ക് എമൗണ്ടായിട്ട് കിട്ടാൻ പോകുന്നത്. ജസ്റ്റ് ഇങ്ങനെ തിങ്ക് ചെയ്താൽ മതി. നിങ്ങൾക്കൊരു 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ 10 പേരെ റെഫറാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1100 രൂപയാണ്. അവർക്ക് പ്ലസ് ക്യാഷ് ബാക്ക് വേറെ കിട്ടണമുണ്ട്. അപ്പോൾ അത്ര ചിന്തിച്ചാൽ മതി. ഓക്കെ, എൻ്റെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലോട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സൈൻ ബോണസ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് 50 to 15 rupees വരെയാണ്. അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പോൾ ജസ്റ്റ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.